ഡോക്ടർ, എന്താണെന്നറിയില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ഇന്നലെ കുഞ്ഞുമണിയെയും കൂട്ടി ആശുപത്രിയിലെത്തുന്ന വിനയൻ കുഞ്ഞുമണിക്ക് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളുള്ളതായി അറിയുന്നു. കനിയും ഉണ്ണിക്കുട്ടനും യാത്ര പറഞ്ഞ് പിരിയാനൊരുങ്ങുന്നു. കുഞ്ഞുമണിയെ പള്ളിയിലെത്തിക്കുന്ന വിനയൻ തുടർന്ന് കാണുക. കുഞ്ഞ് വളർന്നാലും ബുദ്ധി വളരില്ല. മന്ദബുദ്ധി കൊച്ചിനെ ജീവിതകാലം മുഴുവൻ ചുവന്ന് നടക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇതിന് ഞങ്ങൾക്ക് വേണ്ട. ഇത് ഇങ്ങനെ ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അച്ഛൻ ഈ നാടകം കളിച്ചത്. വേറെ നല്ല കുഞ്ഞിനെ കിട്ടുമോ ഞങ്ങൾ നോക്കട്ടെ. മണിക്കുട്ടി, ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എന്റെ മണിക്കുട്ടി. ഞാൻ വളർത്തിക്കോളാം ഇവളെ. കഞ്ചേജി, വാ നമുക്ക് പോവാം. ഞാനിനി എങ്ങോട്ടും ഇല്ല. ഞാൻ എന്റെ മണിക്കുട്ടി നോക്കി കഴിഞ്ഞോളാം. മോളെ, ഞങ്ങളുടെ ദൈവം അച്ഛൻ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിട്ടാ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ മണിക്കുട്ടിക്ക് ആരും ഇല്ലാതാവാൻ പാടില്ല. ഇനി നിങ്ങൾക്കാർക്കും ഭാരമായി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല. പോയേക്കാം. പോവാ ഞങ്ങൾ. വാ ഉണ്ണിക്കുട്ട. മോളെ. കനി, നിൽക്ക്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണെന്നല്ലേ പറഞ്ഞത്. ദൈവമുണ്ട് നിങ്ങൾക്കൊപ്പം. വാ എൻ്റെ കൂടെ. വാ മക്കളെ, വാ പോകാം. ഇനി നമുക്ക് പോകാം.
എന്റെ കർത്താവേ! പാപ്പച്ചോ, പള്ളിയിൽ നിന്നുള്ള കൂട്ടമണിയാണല്ലോ കേൾക്കുന്നത്. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. കുരിശുമുക്കിലെ ദേവസേച്ചായൻ കിടപ്പിലായിരുന്നു. ഇനി മൂപ്പരെങ്ങാനും തട്ടിപ്പോയോ? അതാകാന സാധ്യത. അല്ലാതെ ഇപ്പോഴെന്തിനാ ഒരു കൂട്ടമണി? എത്ര നാളായി മണിയുടെ ഒച്ച കേട്ടിട്ട്? പള്ളിയിൽ മണിയുണ്ടെന്ന് തന്നെ മറന്നുപോയി. നിങ്ങൾ എങ്ങനെ അദ്വൈതം പറഞ്ഞിരിക്കാതെ സംഗതി എന്തെന്ന് പോയി നോക്കിന്ന്. ആ വാ. എന്താ കണ്ടില്ലേ? ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഇത് എവളുടെ പരിപാടി ആയിരിക്കും. ഒന്ന്, മൂന്ന്, ആറ്, എട്ട്, 10. മണിക്കുട്ടി, എന്തു പണിയാ മണിക്കുട്ടി കാണിച്ചത്? 8 ദിവസമായി മണി അടിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് മണി അടിച്ചാലും ഒരു രസമുള്ളൂ. അതുകൊണ്ടാ ഞാൻ മണി അടിച്ച. കളിച്ച് കളിച്ച് ഇവിടെ പള്ളിമണി കൊണ്ട് കളിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. പുറത്തിറങ്ങിയ എവളുടെ വിളയാട്ടമല്ലേ? അച്ഛോ, ദാ ഇത് കണ്ടോ, എവളുടെ പണിയായത്. അച്ഛനാണല്ലോ എല്ലാറ്റിനും വളം വെച്ച് കൊടുത്ത് എവളെങ്ങനെ വഷളാക്കുന്നത്. ദാണ്ടെ അവളെ കുന്ത്രാണ്ട് എടുത്തു. പള്ളിപ്പെരുന്നാളിന്റെ അന്ന് ഇവള് തന്ന സമ്മാനം ഇത്. അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഇവളുടെ സകല വെട്ട് മാറ്റിയേ. അയ്യോ, ഇവളെ പേടിച്ച് ഒരാൾക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാതായിട്ടുണ്ട്. ഇവളെക്കുറിച്ച് പരാതി പറയാത്ത ഒരാളെങ്കിലും ഉണ്ടോ ഇവിടെ? തലയ്ക്ക് സുഖമില്ലാത്തവളെ ഇങ്ങനെ കയറൂരി വിടുന്ന എന്തിനാ? സഹിക്കുന്നതിനൊക്കെ പരിധിയില്ലേ? അച്ചോ, അച്യുതനെ ഇവള് മാർക്ക് ചെയ്തു. എന്തിനാ മണിക്കുട്ടി ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിക്കുന്നത്? അച്ചോ, ഇതൊക്കെ വളർത്തു ദോഷമാ. ഊരും പേരും ഇല്ലാതെ എവിടെന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന 3 എണ്ണത്തിനെ ഇവിടെ അഭയം കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് പ്രശ്നമാവുന്നു. അല്ല, എവിടെ ഈ സാധനത്തിന്റെ അമ്മ? അമ്പടാ, പറഞ്ഞ പോലെ കനിയെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ പേടിച്ച് ഒളിച്ചിരിപ്പുണ്ടാവും എവിടെയെങ്കിലും. കനിമ, കനിമ, എന്താ എന്താ ഇവിടെ? എവിടെ പോയി കിടക്കുകയായിരുന്നു? മണിയടി വെച്ചൊന്നും കേട്ടില്ലേ? നാട്ടുകാരുടെ നെറ്റിയും തലയൊന്നും എറിഞ്ഞ് പൊട്ടിച്ചത് പോരാഞ്ഞിട്ട് പള്ളിമണി കയറി കൈവച്ചിരിക്കുക പൊന്നാരമോള് മണിക്കുട്ടി. എവള് പൊല്ലാപ്പുണ്ടാക്കി വെക്കാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. മോളെ നല്ല നിലയിൽ നടത്തിക്കേണ്ടത് അമ്മയായ കനിയുടെ ഉത്തരവാദിത്വമാണ്. നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ വിടാതെ ഇവിടെ പൂട്ടിയിടുക വേണ്ടത്. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? അത് മണിക്കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ ബുദ്ധി ഉറക്കാത്ത കുട്ടിയല്ലേ, ഒന്ന് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവൾ എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും നമ്മുടെ തലയടിച്ചു പൊട്ടിച്ചാലും അച്ഛൻ ഇത് തന്നെയല്ലേ പറയൂ, ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, ക്ഷമിക്കണമെന്ന്. ബുദ്ധിയില്ലാത്ത കുട്ടിയെ നേരത്തെ പറഞ്ഞതുപോലെ പൂട്ടിയിടച്ചോ, അല്ലെങ്കിൽ ചങ്ങലക്കിട്.
ഇവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച സ്ഥിതിയല്ലേ ഇവിടെ. ഇത്തവണത്തേക്ക് കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്ക്, എനിക്ക് വേണ്ടി. മണിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. എന്താ ഇത്? ഞാനല്ലേ പറയുന്നത്. എല്ലാവരും ദയവ് ചെയ്തൊന്ന് പിരിഞ്ഞു പോകണം. എന്നാ നമുക്ക് പോവാം. അച്ഛൻ പറഞ്ഞോളൂ. മണിക്കുട്ടി, ഇവിടെ വാ. വരാൻ വരാൻ. കന്നിമേ, അച്ചോ ഇപ്പൊ പള്ളിമണി. ഇനി എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടുന്നത്? അച്ഛൻ പെട്ടത് തന്നെ. കർത്താവേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയപ്പോ സമാധാനം ആയാലും നിനക്ക്? ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോവാ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ വലിയ കഷ്ടോ മണിക്കുട്ടി. ഫ്രാൻസിസ് ഇടയ്ക്കിടയ്ക്ക് മണി അടിക്കാറുണ്ടല്ലോ, അപ്പൊ ആരും ഒന്നും പറയില്ല. ഞാൻ മണി അടിച്ചപ്പോ മാത്രം ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടായോ? എടീ, അങ്ങനെയൊന്നും അല്ല മണിക്കുട്ടി. പള്ളിമണി അടിക്കുന്നതിലേ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാലോ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാലോ ആണ് പള്ളിമണി അടിക്കുക. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി, അല്ലാതെ കുട്ടികളി കളിക്കാനുള്ളതല്ല പള്ളിമണി. മനസ്സിലായോ? ഓരോ ദിവസം കഴിയുന്തോറും ഇവളുടെ വികൃതി കൂടിക്കൂടി വരുവാ അച്ഛാ. ഓടിക്കൂടിയവരൊക്കെ പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ. അച്ഛനെ വരെ കുറ്റപ്പെടുത്തിയില്ല അവര്. കണ്ടില്ലേ, ഇപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കും. കുറച്ചു കഴിഞ്ഞാൽ തെറ്റാലി എടുത്തോണ്ട് ഇറങ്ങും നാട്ടുകാരുടെ തല എറിഞ്ഞു പൊട്ടിക്കാൻ. എന്തിനാ എന്റെ മണിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നെ മോശം പറഞ്ഞ് കളിയാക്കിയ പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്നെ കണ്ട അപ്പ കളിയാക്കും എല്ലാരും. എന്റെ ഈ മുടി പിടിച്ച് മൊയലിന്റെ ചെവിയാന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴാ ഞാനിത് വെച്ച് ഒരടി കൊടുത്തത്. ഞാൻ മണിക്കുട്ടിയല്ല പൊട്ടിമണിയാണെന്ന് പറഞ്ഞ ആൾക്കും ഞാനൊരടി കൊടുത്തു. ആ കനിയമ്മന്റെ അമ്മ അല്ലെന്ന് പറഞ്ഞ ആൾക്കും ഞാൻ അടി കൊടുത്തു. കനി കേട്ടല്ലോ, ഒരു കാരണവുമില്ലാതെ മണിക്കുട്ടി ആരെയും ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ കയ്യിലിരിപ്പ് പുറത്തെടുക്കുമ്പോൾ മണിക്കുട്ടി അവളുടേതായ രീതിയിൽ പ്രതികരിക്കുന്നു. അതിലൊരു തെറ്റുമില്ല. പക്ഷേ ആൾക്കാർ ഓരോന്ന് പറയുമ്പോ ആൾക്കാര്, കർത്താവായ യേശുവിന് നേരെ പോലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആൾക്കാരുണ്ടായില്ലേ? തെറ്റാലി എല്ലാത്തിനും കാരണം. എന്ത് വലിയൊരു അടിക്കാരി. മതി ഇന്നത്തോടെ നിന്റെ തെറ്റാലി കളി. ഇതിനെല്ലാം ഉണ്ണിക്കുട്ടനെയാ പറയണ്ടേ. പുന്നാര അനിയത്തിക്ക് അവനാണല്ലോ ഈ തെറ്റാലി ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് ഒന്നും അറിയാതെ അവനങ്ങ് ബാംഗ്ലൂരില് അനുഭവിക്കുന്നത് നമ്മളും. ഉണ്ണിക്കുട്ടൻ വന്ന കനിമേ? ഉണ്ണിക്കുട്ടൻ വിളിച്ചിരുന്നു? ഇന്നലെ വിളിച്ചിരുന്നു. നാളെ വരുന്നുണ്ടവൻ. ആഹാ, മിടുക്കനാ ഉണ്ണിക്കുട്ടൻ. പരിമിതികളെ അതിജീവിക്കാൻ നല്ല മനക്കരുത്തുണ്ടവന്. ഉണ്ണിക്കുട്ടന് ബാംഗ്ലൂരിൽ പഠിപ്പും ജോലിയൊക്കെ ആയത് അച്ഛന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാ. ഞങ്ങൾക്ക് അച്ഛൻ ദൈവമാ. പലരും എതിർത്തിട്ടും ആരോരും ഇല്ലാത്ത ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചു. ഉണ്ണിക്കുട്ടനെ പഠിപ്പിച്ചു. പിന്നെ ബാംഗ്ലൂരിൽ അയച്ചു. അവിടെ പഠിത്തത്തിനൊപ്പം ജോലി. ഒക്കെ കർത്താവിൻ്റെ തീരുമാനങ്ങളാ. ഞാനൊരു ഇടനിലക്കാരൻ മാത്രം. കർത്താവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം നല്ലവരായ ആൾക്കാരുടെ സ്നേഹവും സഹായവും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൈക്കുഞ്ഞായ ഈ മണിക്കുട്ടിയെയും ഉണ്ണിക്കുട്ടനെയും കൂട്ടി കനി എൻ്റെ അടുത്ത് എത്തപ്പെട്ട ദിവസം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
ഒരപകടത്തിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട് അനാഥരായ മണിക്കുട്ടിക്കും ഉണ്ണിക്കുട്ടനും വേണ്ടി ജീവിക്കാൻ തയ്യാറായ കനിയെ അവിടെ വെച്ച് ശൂന്യതയിലേക്ക് ഇറക്കിവിടാൻ തോന്നിയില്ല എനിക്ക്. മണിക്കുട്ടിക്കും ഉണ്ണിക്കുട്ടനുമായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച കനിയുടെ മനസ്സ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ അവിടെ നടന്നതൊക്കെ കനിക്കും മറക്കാനാവില്ലല്ലോ. നിങ്ങളെ ഏറ്റെടുത്തതിൽ പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ടായി, കലഹങ്ങളും നടന്നു. ലോകത്ത് ഒരൊറ്റ മതമേ ഉള്ളൂ, അത് സ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവും അതുതന്നെയാണ് പറഞ്ഞത്. ആ ബലമുണ്ടെനിക്ക്. എൻ്റെ തീരുമാനം ശരിയാണെന്ന് കാലം തെളിയിച്ചു. നമ്മളറിയാതെ നമ്മളെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്നൊരു ശക്തിയുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തമായതൊക്കെ ചേച്ചിയുടെ മകൾ മണിക്കുട്ടി കനിയെ അമ്മ എന്നതിന് പകരം കനിമ എന്ന് വിളിക്കുന്നു. യാതൊരു മുൻപരിചയവുമില്ലാത്ത നമ്മളൊക്കെ ഒരേ മനസ്സോടെ കഴിയുന്നു. സുമനസ്സുകൾ അറിഞ്ഞയഞ്ഞ് സഹായിക്കുന്നു. അത്തരം സഹായങ്ങളിലൂടെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, ഉണ്ണിക്കുട്ടൻ്റെ പഠനമുൾപ്പെടെ. ഉണ്ണിക്കുട്ടൻ നല്ല നിലയിലെത്തും. ഉണ്ണിക്കുട്ടന് ഉണ്ണിക്കുട്ടൻ്റെതായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ കനിക്ക് മാത്രം എല്ലാറ്റിനും ഉത്തരം തരുന്ന കനി എൻ്റെ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി തരുന്നില്ല. നിങ്ങളെന്താ സംസാരിച്ചേ? ഒന്നും മനസ്സിലായില്ല. സംസാരിച്ചത് വേറെ ഒന്നുമല്ല, മണിക്കുട്ടിയുടെ ഉണ്ണിക്കുട്ടന്റെ കാര്യം തന്നെ. അറിഞ്ഞോ, ഉണ്ണിക്കുട്ടൻ നാളെ ഇവിടെ എത്തും. ഉണ്ണിക്കുട്ടൻ നാളെ വരുമോ? ഹായ് ഉണ്ണിക്കുട്ടൻ വരെ. മണിക്കുട്ടിയുടെ ഉണ്ണിക്കുട്ടൻ നാളെ വരെ. ഫ്രാൻസിസേ, നാളെ ഉണ്ണിക്കുട്ടൻ വരും. എന്തുവാടാ ഇത് കളിപ്പാട്ടൊക്കെ നേരത്തെ വെച്ചിരിക്കുന്നത്? കുട്ടികളാരെങ്കിലും വന്നോ? ഉണ്ണിക്കുട്ടന്റെ പണിയായത്. അവനിന്ന് നാട്ടിലേക്ക് പോവില്ലേ? അതിന് നീ ഇതേത് ലോകത്താടാ? ഉണ്ണിക്കുട്ടൻ വീട്ടിലോട്ട് പോകുമ്പോഴൊക്കെ ഇമാതിരി സാധനങ്ങളൊക്കെ കിലോ കണക്കിന് ചുമന്നുകൊണ്ട് പോകുന്ന പതിവല്ലേ? അത് മാത്രോ, എല്ലാ വീക്കെൻഡിലും ഓടി പോവുകയും ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് മാസങ്ങളായി. ഉണ്ണിക്കുട്ടൻ്റെ ഒരു വിചിത്രമായ സ്വഭാവം തന്നെയാ. അല്ലടാ, ഈ ഉണ്ണിക്കുട്ടൻ്റെ അനിയത്തി അത്ര ചെറിയ കുട്ടിയാണോ ഇങ്ങനെ കളിപ്പാട്ടൊക്കെ കൊണ്ടുപോവാൻ? അപ്പൊ നിനക്ക് കഥയൊന്നും അറിയില്ലേ? എന്ത് കഥ? ഇതേവനാ? ആരാ? ഇങ്ങോട്ട് മാറിക്കടാ. തോക്ക് പൊട്ടും. ഡ്രസ്സേക്കടാ. കഴിക്കാല്ലേ? നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞോ, ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് അവിടെ പേര്? മനില. വാനിലയോ? അതൊരു ഐസ്ക്രീമിന്റെ പേരല്ലേ? വാനില അല്ല, മനില. നിങ്ങളാരാ? ഞാനോ? ഞാനാണ് ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? സത്യം പറഞ്ഞ് ഞങ്ങള് ശരിക്കും പേടിച്ചുട്ടാ. പിന്നെ ഒരു ഗുണുണ്ടായി, ഇവന്റെ ഉള്ളിലിരിപ്പ് പുറത്തായല്ലോ. എന്താ അവളെ പേര്? മനില. മനില. ഓരോ തവണയും ഓരോ സർപ്രൈസാണ് ഞാൻ മണിക്കുട്ടിക്ക് കൊടുക്കാറ്. ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയാ മണിക്കുട്ടിക്ക് മുന്നിലെത്തുക. ഈ കോലത്തിൽ എന്നെ കണ്ട് നിങ്ങളെ വരെ വരണ്ടു. അപ്പൊ പിന്നെ മണിക്കുട്ടി അങ്ങനെയായിരിക്കും. ഡാ ഉണ്ണിക്കുട്ട, എന്റെ അനിയത്തി 10-15 വയസ്സ് പ്രായം വരില്ലേ? പിന്നെ എന്തിനാടാ ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നേ? വയസ്സിന്റെ കണക്ക് നോക്കിയാ അവള് മുതിർന്ന കുട്ടി തന്നെയാ. പക്ഷെ എന്റെ അനിയത്തി ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. ഞങ്ങളുടെ മണിക്കുട്ടി, ഞങ്ങളുടെ എല്ലാം. ബുദ്ധി വളർച്ച ഒഴിച്ച് ബാക്കിയെല്ലാം ദൈവം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുത്ത എന്നുള്ള വിളിയിൽ ഒരാഴ്ച കിട്ടാവുന്ന സ്നേഹം മുഴുവനുണ്ട്. ഞാൻ
ഞാൻ നാളെ എത്തുമെന്ന് മണിക്കുട്ടിക്കറിയാം. ഇന്ന് അവൾ ഉറങ്ങില്ല. രാവിലെ മുതൽ വഴിക്കണ്ണമായി എന്നെയും കാത്തു നിൽക്കും. അവിടെ എത്തിയ എനിക്കത് വേറൊരു ലോകാണ്.